gave you the permission to enter my bedroom? തോന്നുമ്പോ കയറി വരാൻ ഇതാരുടെ വീടാണെന്ന് വിചാരിച്ച്? സോറി മാഡം, ഇയാൾ നിങ്ങളുടെ ഭർത്താവല്ല. ആണോടോ? He was cheating you. എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്തല്ല, സത്യമാണ്. ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അല്ലെങ്കിൽ പോലീസുകാരുടെ കൈയുടെ ചൂടറിയും നീ. ഇവനെ എന്റെ കൈയുടെ ചൂട് അറിയിച്ചിട്ട് ഞാൻ പോകും. ഇവ കള്ളനാണ്. ആ മുകുന്ദനും അവന്റെ അനിയനും കൂടി നിങ്ങൾ ചതച്ചതാണ്. മാന്യമായി ജീവിക്കുന്നവരുടെ വീട്ടിൽ വന്ന് എന്ത് തെമ്മാടുത്തരം പറയാന്നോ? നിങ്ങളെ സഹായിക്കാൻ വന്നതിന് ഇത്രയും തല്ലിയത് മതി. മുന്ന, ഇതാണ് മാഡത്തിന്റെ ഭർത്താവ് രവീന്ദ്രൻ. ഇവൻ തമിഴനായ ലോറി ഡ്രൈവർ മുത്തുവാണ്. മാഡത്തിന്റെ മാനം കാക്കാൻ കഴിഞ്ഞ എന്നെ ഭാഗ്യം. അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ പോസ്റ്റില് ഗോളില്ലാത്ത തക്കം നോക്കി ആ അപരം മുത്തു ചുളുവിൽ ഒരു ഗോൾ അടിച്ചാനെ. ശ്രീദേവി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. I'm totally confused. എന്താ രവി ഇതൊക്കെ? നീ സമാധാനിക്ക്. I will explain everything. I'm extremely sorry ഇന്ദു. ഈ ചെയ്ത ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ചില ഹിന്ദി സിനിമയിലെ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇതിന്റെ ഉത്തരവാദി സാറിന്റെ അച്ഛനാ. നീ ആരടാ? മന്നിച്ചിരക്ക് ചാമി പറയടാ, ആരാ നീ? ശിങ്കാരമുത്തു, സാറാ ലോറി ഡ്രൈവർ. ആരാ നിന്നെ ഇങ്ങോട്ട് വിട്ടത്? തെരിയാതെ ചാമേ, സത്യം പറയണം. പറയടാ. നിജമാ തെരിയാതെ ചാമേ. പോയിക്കോ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാട്ടോ. எதுக்கு சாமி இந்த மாதிரி அடிக்கடி சாமி இந்த முன்னா கிட்ட மட்டும் நீ விளையாட்ட வச்சுக்காத. இந்த முன்னா ஒரு வாட்டி சொன்ன, அது ஒரு வாட்டி சொன்ன மாதிரிடா, தெரியுமா? கமிஷன போஸ்ட் கோல் அடிக்கடா. നിന്നെ ഞാൻ ഒട്ടച്ച് ഞാൻ കളയടാ. ഒരു വരി കിടന്നു. എന്ത് പറ്റി മാഡം? സുരേഷ്, അറസ്റ്റ് ഹിം. ഡു ഇറ്റ്. തക്ക സമയത്ത് സാർ എത്തിയത് നന്നായി. എന്റെ രവി തിരിച്ചു വന്നു. മറ്റേയാൾ രവിയുടെ സാദൃശ്യമുള്ള ഏതോ ഒരു ഫ്രോഡായിരുന്നു. പക്ഷേ ഇതിലും വലിയ ഫ്രോഡ് പണിയാ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനോട് കാണിച്ചിരിക്കുന്നത്. ഞാനോ? എന്താ സാർ ഈ പറയുന്നത്? അതൊക്കെ പിന്നെ പറയാം. ബൈ ദ ബൈ, ഏതാ ഈ പെൺകുട്ടി? ഇന്ദു. എന്ത് ചെയ്യുന്നു? ഫ്രീലാൻസ് ജേർണലിസ്റ്റാ. എത്ര നാളായി നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്? നമ്മുടെ മന്മഥൻ പോറ്റിയുടെ ഫ്രണ്ടാ. പോറ്റിയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. സാറെന്തേ രാത്രിയില്? ഡിപ്പാർട്ട്മെന്റിനെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ അറിഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എന്താണ് സർ? അയ്യോ, ഒന്നും അറിയാത്തൊരു പഞ്ചപാപം. പോലീസ് കമ്മീഷണർ ഔദ്യോഗിക വസതി, ക്രിമിനൽ സംഘത്തിന്റെ താവളം. കൊള്ളാം സാറേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. സ്വന്തം തൊപ്പിയും കുപ്പായം ധരിപ്പിച്ച് നാട് മുഴുവൻ കൊള്ളയടിക്കാൻ ഈ പെണ്ണിനെ ഇറക്കി വിട്ടത് ഇവരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങളിപ്പോ വിവരം അറിയിച്ചില്ലായിരുന്നെങ്കിൽ തൂക്കായിട്ട് തുടരായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയൂ. അയ്യോ, തെളിക്കണം പോലും. ഞാൻ പറഞ്ഞു കൊടുത്താൽ കുറച്ച് കൂടി പോകും. സാറ് പറഞ്ഞു കൊടുത്താട്ടെ. തന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയി നടന്ന് നാട് മുഴുവൻ കൊള്ളയടിച്ച റാസ്കൽ ഇവളാണെന്ന്. പോയി. ബാക്കി സ്വർണം പണം എടുക്കാവുന്നിടത്തോളം എടുക്ക്, ബാക്കി പോട്ടെ. രാമേന്ദ്ര, മറ്റുള്ളവരെയും കൂട്ടി രക്ഷപ്പെട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. പോകൂ. നിക്ക് ഫോൺ ബദ്രിയേൻ കണക്ക സഗ്ബായ് റബായ്. ഞാനും ശരി, നിങ്ങളൊക്കെ അവിടെ നിൽക്കും. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ശരി ശരി. ബാലുബായ കണ്ടില്ലല്ലോ ഇതുവരെ. ബാലുകൾ വരും. അയ്യോ, ചതിച്ചു പപ്പമ്മ. ഓടി ഒളിക്കാനുള്ള ശ്രമമാണല്ലേ? എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളോടൊന്ന് യാത്ര പോലും പറയാതെ ഒളിച്ചോടാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്. ഞങ്ങളുടെ ആഹ്ലാദത്തിലും സന്താപത്തിലും ഒക്കെ ഒപ്പം കൂടിയവരാ. പക്ഷേ തീക്കനലും നെഞ്ചി പേറിയായിരുന്നു അല്ലേ എന്റെ മക്കൾ ഞങ്ങളോടൊപ്പം പാടിയതും ഒക്കെ. സത്യം പറഞ്ഞ എല്ലാം ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളെ സഹായിച്ചതും സ്നേഹിച്ചതും എല്ലാം.
പോലീസ്. അയ്യോ അങ്കിൾ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പത്മവ്യൂഹം ഭേദിച്ച് അഭിമന്യുനെ പോലെ അകപ്പെട്ടിരിക്കുക. പുറത്തു കിടക്കാൻ മാർഗങ്ങൾ ഒന്നുമില്ല. വേണമെങ്കിൽ ഒറ്റിക്കൊടുക്കാം, ഇല്ലെങ്കിൽ രക്ഷപ്പെടുത്താം. ചലോ ചലോ മേരെ സാത്ത്. ഞങ്ങളുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഒരു പോലീസിന് ഈ കോളനിയിൽ കയറാൻ പറ്റില്ല. വഴി മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞങ്ങൾ ആരും മാറില്ല. അമ്മച്ചി മാറി നിൽക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ഒരു ക്രിമിനൽ സംഘത്തെയാണ് നിങ്ങൾ കോളനിയിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിടിച്ചു മാറ്റെല്ലാത്തിനെയും. യെസ് മാഡം. പാർവതീഭായ് തമ്പുരാട്ടി എന്റെ അമ്മ. ശുദ്ധാത്മാവായ എന്നെ മോഹിപ്പിച്ച് വഞ്ചിച്ചവളാണ് നിന്റെ നേതാവായ ആ പെരുങ്കള്ളി. നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രൊമോഷൻ അവൾക്ക് പകരം നീ ആയിരുന്നാലും മതിയടാ. സാറേ 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 അവൻ പോയി. ഞാനോ? അല്ല അവൻ. ഞാൻ സോറി സാർ. ഓ